ഇത് സോണിയുടെ ഒരു CRT TV ആണ്. ഇതും കട്ട പുകയാ. ഒരുത്തി കിടപ്പുണ്ട് അകത്ത്. ഇത് നല്ല കമ്പനിയാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ബോക്സിനകത്ത് വരാറുള്ള ഒരു കമ്പനിയാണ്. ഫോക്സ് സോണി. ആരെടുക്കാനാ? സിംഹവാലൻ കുരങ്ങ് ചാടിപ്പോയിട്ടുണ്ട്. എടാ അത് ആ സ്പീക്കർ എടുത്തിട്ട് ലോങ് ആയിട്ടുള്ള പെട്ടിക്കകത്ത് രണ്ടെണ്ണം പെട്ടെന്ന് മുറുക്കി കൊടുത്ത്. ഈ ഹൈ ആന്റിബയോട്ടിക് എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയയും അണുക്കളും ഉണ്ടാകും. ഇതെല്ലാം നശിച്ചു കഴിയുമ്പോൾ ശരീരം വർക്ക് ചെയ്യില്ല. എന്നിട്ട് എലിപ്പനിയാണെന്ന് പറഞ്ഞ ഇവന്മാരെ സ്ഥിരീകരിക്കും. ചത്ത് കഴിയുമ്പോൾ ഉത്തരം പറയണ്ട. അങ്ങനെ എലിപ്പനി എന്നൊരു സാധനം ഇല്ല. എലിപ്പനി ഇല്ല. പുതിയ കണ്ടുപിടുത്തം. ഡോക്ടറേറ്റ് വല്ലതും കൊടുക്കാമോ? ഡോക്ടറേറ്റ് അല്ലേ, നമുക്ക് അനുഭവം എൻ്റെ ഓരോരുത്തർക്ക് അനുഭവങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇത് ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും തടി രക്ഷിക്കണം. അതുപോലെ 15 കൊല്ലം സിനിമ കഥയോ സീരിയൽ സ്ക്രിപ്റ്റോ എന്താണെന്ന് തയ്യാറാക്കുന്ന രണ്ടുപേരും കൂടി. എനിക്കറിയത്തില്ല. എനിക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ മുഴയായിപ്പോയില്ലേ? അതെ 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 അതെ. ചെയ്തിട്ട് ഇതുപോലൊരു തട്ടിപ്പ് മനുഷ്യനെ പിന്നെ കൊന്നു കാശ് മേടിക്കുക. കണക്കുണ്ട്. വയറെന്തേരം വേണമെന്ന് ചോദിച്ച് മരുന്ന് കിട്ടൂടെ? ഒന്നര മതിയോ? സ്പീക്കർ എവിടെ കൊണ്ടുപോയി വെക്കുന്നു? പുറത്തേക്ക് ഇട്ട് തന്നാൽ എന്നാൽ 1 മീറ്റർ എടുത്ത് 2 കഷ്ണമാക്കി മുറിച്ച് കൊടുക്കരി. പിന്നെ എങ്ങനെയാ പഠിപ്പിക്കുന്നേ? അപ്പം വിട്ടാരെ. അല്ല, നീ ഒരു സോൾഡറിങ് ഞാൻ എടുത്ത് കുത്തിയിട്ട് വയറെടുത്ത് സോൾഡർ ചെയ്യുക. സ്ക്രൂ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, തരാം. പെട്ടെന്ന് ആയിക്കോട്ടെ. സോൾഡറിങ് ഞാൻ കുത്തി വെച്ചോ. മേളിലാണോ? അവിടെ വിട്ടാൽ മതി. പിന്നെ എപ്പോൾ വഴങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അല്ലെ ഞങ്ങൾ വഴക്കും. അല്ല സാറേ, എണ്ണ തേച്ചിട്ട് വഴക്കി ഉരുട്ടും. എത്ര സ്ക്രൂ വേണ്ട? 8? 10 നിനക്ക് ഞാൻ തന്നു. 3, 4. ഇനി പോയൊരു 50 സ്ക്രൂ മേടിച്ചോണ്ട് വരണേ. പിന്നെ പോയാൽ മതിയേ. ഇച്ചോടെ നീളമുള്ള ഉണ്ടോയെന്നൊന്ന് ചോദിക്കണേ. എൻ്റെ പൊന്ന് ചേട്ടാ, ഈ ഒരെണ്ണം 2 സൈസ് ഉണ്ട് കേട്ടോ. 2 പെട്ടിക്കകത്താക്കിയേ നീ. ഉണ്ടോ? ചെറുത് ഇങ്ങോട്ട് വാരി കിട്ടും. കിട്ടും. ഇത്ര നേരം അനക്കമില്ലായിരുന്നു. മോഹനൻ ചേട്ടൻ വന്നു അനക്കമായി. 3, 4, 5, 6, 7, 8. മോഹനൻ ചേട്ടൻ്റെ ഫാദറിൻ്റെ പേരെന്നാ? സീജം. പുള്ളി തന്നെ എഴുത്തുകാരനായിരുന്നു. സാഹിത്യകാരൻ. എന്നൊക്കെ എഴുതിയിട്ടുണ്ട്? പിന്നെ ചെറിയ പ്രായത്തിൽ ഈ പിള്ളേർക്കുള്ള കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കവിതകൾ മാത്രമേ ഉള്ളൂ. കവിതകളുടെ ആളാ. കവിതയുടെ ഒരു പുസ്തകം ഈയിടെ അളിയൻ ഉണ്ടാക്കി ഇറക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ തരാം. ഫാദർ എഴുതിയതാ. അതിന് അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഏതാണ്ട് ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാ കവിതകളാ കൂടുതൽ എഴുതിയേ? പല ടൈപ്പ് കവിതകളും എല്ലാം ഉണ്ട്. ഇത്രയുള്ളൊരു ബുക്ക് അളിയൻ ഈയിടെ അടിച്ചിറക്കി. ഞാനും അനിയനൊന്നും അതിന് വലിയ ബലം കൊടുത്തില്ല. പുള്ളി എന്തോ അടിക്കണമെന്ന് അളിയനെന്ന് പറഞ്ഞ പെങ്ങളുടെ ഭർത്താവ്. പുള്ളിക്കെങ്കിലും അമ്മായിപ്പനോടൊരു സ്നേഹം തോന്നി. മക്കൾക്കോ സ്നേഹമില്ല. ഈ സ്ക്രൂ ഇത് കൂട്ട് സ്ക്രൂവേ ഇവിടെ അങ്ങ് ഒരു കടയിലും ഇല്ല. ഇനി മണകാരന് വരേണ്ടി വരും ഇത് മേടിക്കാൻ. കോട്ടയത്തിന് വരേണ്ടി വരും. 2-4 സ്ക്രൂ മേടിക്കും. ഇവിടെ കാഞ്ഞിരപ്പള്ളി സകല കട തപ്പിട്ടു. അവിടുന്ന് ആകെ കിട്ടിയത് അവിടെ ഇത്ര ഉള്ളായിരുന്നു ആകെ. ഈ സ്ക്രൂ കൊടുത്താണ് ഞാൻ വിട്ടത്. ഇത് ഈ നീളമുള്ളത് ഇല്ലെന്ന് പറഞ്ഞ് ആദ്യം തിരിച്ചു വന്നു.
അത് കോട്ടയത്തെ എല്ലാ വടറോട്ടും ഉണ്ടായിരുന്നു. ഇനി ആ മണനാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് കൂട്ടൊരു 50 സ്ക്രൂ മേടിച്ചോണ്ട് പോരെ. വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. പണി കൊടുക്കുവാണേ, പൈസയും വേണം കൊടുത്താൽ. അതൊക്കെ കൊടുത്തേക്കാം. പൈസ ചുമ്മാ മണനാട്ടുണ്ടോന്ന് പറഞ്ഞല്ല, മണനാട്ടായ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞുഞ്ഞായിരുന്നു, ഒരു കുഞ്ഞുഞ്ഞ്. അല്ലേ കുഞ്ഞുഞ്ഞ് അതാരാ? അല്ല ഏത് നീളമുള്ളവർ വേണമെന്ന് പറഞ്ഞാൽ മതി. പല നീളമുള്ളതുണ്ട്. എത്ര നീളം കൂടിയാലും ഇതിനൊരു കുഴപ്പമില്ല, പിടുത്തം കൂടുകയുള്ളൂ. ഉയരം കൂടുന്തോളും ചായക്ക്. അത് ഇവിടെ വെക്കാനെടുത്താണ് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ച് അതിനകത്തിട്ട ഒരു അതെന്നാ കമ്പനിയുടെ സ്പീക്കർ മനസമാധാനത്തിന് അടിയാതെ? ഇത് കമ്പനി ഏതാ സാറേ? ചിലപ്പോ കേൾക്കാത്ത പേരായിരിക്കും നല്ല പേരായി മാറുന്നത്. ഓൺലൈനാണോ? ഓൺലൈൻ. തുളയിടാനല്ലേ? ഇത് മതിയോ? പിന്നെ 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് വരെ ഉണ്ട്. എല്ലാം അനുസരിച്ച് മേടിച്ചു. ഒരു 25 എണ്ണം വെച്ച് മേടിച്ചു. കാരണം നമുക്ക് ആവശ്യം വരുന്നപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അതെ, അല്ല മിനിമം 4 8 വേണ്ടി വരും സ്വർണ്ണത്തിന്. അപ്പൊ അധികമൊന്നും ഇല്ല. 25 അല്ലേ, ഒരു 30 എണ്ണായാലോ. മോഹനൻ ചേട്ടന്റെ സെക്യൂരിറ്റി എന്ത് ചെയ്യും? ഇന്ന് പുള്ളി രാവിലെ അവർക്ക് പോയി. ഇന്നാൾ അബദ്ധം പറ്റിയ പുള്ളിയുടെ ലൈസൻസ് കാണാൻ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടിയില്ല, ഡ്രൈവിംഗ് ലൈസൻസ്. അത് കഴിഞ്ഞാൽ അല്ല ലൈവ് ലൈസൻസ് കാണാൻ പോകണം തന്നെ, ഇപ്പൊ ഓൺലൈനിൽ കിട്ടിയല്ലേ. അല്ല കാണാൻ പോയി പുള്ളി ശരിയാ കാണാൻ പോയി. 10 പൈസയും കൊടുത്തു, ഒരു പോലീസുകാരനെ കൊടുത്തു. പോലീസുകാരൻ അതുമായിട്ട് മുങ്ങി. പിന്നെ ഞാൻ പോലീസുകാരനെ കണ്ടിട്ടില്ല. പോലീസുകാരനെ പിന്നെ കണ്ടു. പുള്ളി സ്ഥലം മാറിയോ റിട്ടയർ ചെയ്ത് പോയി. അത് വർഷങ്ങളായി. ഇപ്പം 10 കൊല്ലത്തിൽ കൂടുതലായി ഇത് ഈ സംഭവം. അന്നേരം 10 കൊല്ലത്തെ പിന്നെ ഫൈൻ അടച്ചാൽ 10-14,000 രൂപ ആവും. അന്നേരം ഈ ഞങ്ങളെ പിടിച്ച പോലീസ് പറഞ്ഞറിയോ, നിങ്ങൾ ഇനി അതൊന്നും അതിന് പോകണ്ട, പുതിയ എടുത്തോളാം. പുതിയ എടുക്കാൻ അത്രയും കാശാകത്തില്ല. പുതിയ ലൈസൻസ് പോകണ്ട. ഞങ്ങളെ പിടിച്ച ഇന്നാളത്തെ വരെ മോഹനൻ ചേട്ടൻ ലൈസൻസ് ഇല്ലേ? എനിക്കുണ്ടോ, ഞാൻ ഓടിച്ച പുള്ളിയല്ലേ, അത് കാണുകയും ചെയ്തു. പുള്ളി കാണാതിരുന്ന കുഴപ്പമില്ലായിരുന്നു, ആരാ ഓടിച്ചെന്നറിയില്ല. അപ്പൊ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് കുറ്റകരമല്ലേ? ഭയങ്കര കുഴപ്പം. അത് കുറ്റകരെന്ന് പറഞ്ഞാൽ വല്ലവരുടെ പുറത്ത് മുട്ടുവോ, വല്ലവരും നമുക്കൂടെ മുട്ടുവോ ചെയ്താൽ നമ്മുടെ കാശല്ല എവിടുന്നുണ്ടാക്കി കൊടുക്കും. പറയുന്ന പൈസ ഒന്നും ആയിരിക്കുമല്ലോ. എല്ലാരും വളരെ ശ്രദ്ധിക്കണം. അത് പിള്ളേർക്കൊക്കെ ലൈസൻസ് ഇല്ലാത്ത പിള്ളേരെയൊക്കെ കാരണവന്മാര് കൊടുത്ത് വിടുമ്പോ ഉണ്ടല്ലോ, ചിലപ്പോ കുടുംബം തറവാടാവും. കാശില്ലാത്തവനാണ് തന്നെ. അല്ല അപ്പം പോയി അകത്ത് കിടക്കേണ്ടി വരും. അല്ല എനിക്ക് എന്റെ 30 വരെയുണ്ട്, ഈ 2030 വരെയുണ്ട്. എനിക്ക് ഓടിക്കാനുണ്ട്. 2030 വരെ സർക്കാർ നമുക്ക് വണ്ടി ഓടിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അത് കാറിനുമുണ്ട്, ഈ ബൈക്കിനുമുണ്ട്. കാറ് പിന്നെ വലിയ ടൗണിൽ കൂടെ ഒന്നും അധികം ഓടിക്കാറില്ല, പ്രാക്ടീസ് കുറവാണ്. കാണിക്കാൻ നമ്മൾ പുതുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ അതൊക്കെ തട്ടിപ്പിലൊക്കെ എടുക്കും. പക്ഷെ അത് ശരിക്കും ഉള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഏത് പ്രായത്തിലും എടുക്കാം. അപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നം ഉണ്ടല്ലോ? വേറെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പറ്റിയല്ല, കൊടുക്കില്ല. കണ്ണിന്റെ പ്രശ്നം മാത്രം നോക്കിയാൽ പോരല്ലോ. പ്രശ്നമാണ് മെയിനായിട്ട് നോക്കുന്നത്. മോഹൻ ചേട്ടനെ നിർത്താതെ എവിടെ ഇരുത്ത? പുള്ളി ഇരിക്കത്തില്ല. മോഹൻ ചേട്ടാ എന്തോരം നേരമായി നിക്കാൻ തുടങ്ങിയിട്ട്. അല്ലെന്നേ, ഇരിക്കുന്ന വട എല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് യൂട്യൂബിനകത്ത്. അതുകൊണ്ടാണോ മോഹൻ തിരിഞ്ഞിരിക്കുന്നത്? അയ്യോ എന്ത് കഷ്ടമായി പോയി. ഇതിപ്പം തടിയലായ കുഴപ്പമില്ല. ഈ പിരിയുള്ള ഒരു സാധനത്തിൽ ഈ മെഷീൻ സ്ക്രൂഡ്രൈവർ വെച്ച് വെച്ചാണല്ലോ പിരി വെട്ടിക്കുന്നത്. ഈ കാറിൻ്റെ ഒക്കെ എത്ര എണ്ണവന്മാരാണ് പിരി വെട്ടി വരുന്നത്, അതാണ് പിരി ചെയ്ത് കളയുന്നത്. ഇതൊരു കൈ കൊണ്ട് മുറുക്കിയ മെഷീൻ വെച്ചാൽ കുഴപ്പമില്ല. ഇതിന് ചുമ്മാ ഒറ്റപ്പെടുത്തും, പിരി വെട്ടി കയറും, പിന്നെ ആർക്കും അടിച്ചെടുക്കാൻ പറ്റില്ല. ഇത് തടിയലാകുമ്പോൾ പ്രശ്നമില്ല. ഏതാ എത്ര സ്ക്രൂ ഇട്ടു ഇപ്പം? അടപ്പിന്റെ ഹോള്
3 കേട്ടോ. ഉള്ളത് ഇട്ടാൽ മതി. അത്രേ പറ്റുള്ളായിരിക്കും മോനെ. 2 ഇട്ടാൽ അതവിടെ ഇരുന്നോളൂ. ആ ചരിച്ചോ എങ്ങനെയും കയറ്റി നീ. ഇതൊക്കെ ഒരുത്തൻ്റെ കഴിവെന്ന് പറയുന്നത് അതാടേ, അവസരത്തിനൊത്ത് ഉയരണം. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും ചിലമ്പല്ല. അത് മറ്റേ നോപ്പാനാ, മറ്റേ ചിപ്പിട്ട് പോലത്തെ കട്ടുകൂടിയ പറ്റിയത്. അതൊന്നുമല്ല, സ്പീക്കറിന് ഷേപ്പ്ലെസ് ഉണ്ട്, ഒരു ചേർമ്മയില്ല. ആ അത് അതിൻ്റെ മട്ടത്തിന് സ്ക്രൂ ചെയ്ത് ഇറക്കാം. ഇപ്പോൾ എല്ലാം കൂടെ പറ്റുമോ? ആ ഇതൊന്നും ആരോട് പോലും പറയരുത്, ഇത് ആരോടും പറയരുത്, അവനവൻ അവിടെ ചെയ്തോണം. അതൊരു കലയാണ്. ആ അങ്ങനെ എഴുതാലോ, കണ്ടിട്ടില്ലേ? ആ ഇല്ല, പണ്ട് സോണിയുടെ ഒരു ഇതിന് പോയപ്പോൾ സോണിയിൽ നിന്ന് ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. ആ സ്പീക്കർ ഒന്ന് കാണിച്ചേടാ, എൻ്റെ വീക്ഷണഘോഷണത്തിൽ ഞാനൊന്ന് കാണട്ടെ. ആ അതൊക്കെ മാറ്റി പറയണം. അതൊക്കെ പണ്ട് നിങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോ 3 ട്യൂട്ടറിൻ്റെ പടമാണ് അതേ കിടക്കുന്നത്. സത്യത്തിൽ 1 ട്യൂട്ടറേ ഉള്ളൂ, 1 മീറ്റർ റേഞ്ച്. അത് നല്ല ലുക്കല്ലേ കാണുമ്പോൾ. മാനറ്റ് ആ ഇത് നല്ല കമ്പനിയാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ബോക്സിനകത്ത് വരാറുള്ള ഒരു കമ്പനിയാണ്, ഫോക്സ് സോണി. ഇതാരാന്നറിയാം എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, പേര് ഞാൻ പറയുന്നില്ല. നമ്മളൊരു പാർട്ടിയാണ് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഫോക്സിക്കോൺ. അതുകൊണ്ട് നല്ലതൊന്നുമല്ല. പുള്ളി ഈ സാധനം വിറ്റ് ലക്ഷങ്ങളുണ്ടാക്കി. ചെറിയ വില, വലിയ പൈസ. അല്ല, ഗുണം മിച്ചം, വില മെച്ചം. നമ്മളിത് പോകുമ്പോൾ അടുത്ത മേടിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു പോളിസി, അങ്ങനെ ആണല്ലോ. അത് നമ്മുടെ പഴയ കാലത്തെ പോലെ 2 സ്പീക്കർ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. 2 15 സ്പീക്കർ ഇവിടെ. ആ ഇപ്പം ചൈനയിൽ മറ്റേ ഇത് നടക്കാൻ പോവാണല്ലോ, ട്രേഡ് ഫെക്സ്, ട്രേഡോ ഏതാണ്ട് എക്സിബിഷൻ നടക്കുവാണല്ലോ. അതിന് പോകുന്നില്ലേ? കാശില്ലേ? ഫ്രീ ആയിട്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ പോകത്തില്ലേ? യൂട്യൂബർ ആണെങ്കിൽ പോവാം. ആ പിന്നെ കോട്ടയത്ത് വേണ്ട എക്സിബിഷൻ നടത്തുന്നുണ്ടല്ലോ. ആ ഏതാണ്ട് എക്സിബിഷൻ്റെ കാണാം ഇങ്ങനെ. കോട്ടയത്താണോ എറണാകുളത്താണോ? ഇനിയിപ്പോൾ എക്സിബിഷൻ ഇങ്ങനെയുള്ളതിൻ്റെ ഒരു കാലമാണല്ലോ. വെയിലായി, മലയായി. ആ അതായിരിക്കും. ആ എന്നിട്ട് ഒരുപാട് സാധനം നമുക്ക് മേടിക്കാനായിട്ട് മുതലാകാത്ത വിലയാണ്. എന്നാ മെഷീനറി ആയിരുന്നു? ഒരുപാട് ടൈപ്പ്, ഒത്തിരി മെഷീനറി ഫാക്ടറി തുടങ്ങണമെങ്കിലോ എന്നാ ഫാക്ടറി തുടങ്ങാനുള്ള ഉദ്ദേശത്തിൽ പോയതാ? ഒന്നും ഫാക്ടറി തുടങ്ങാനല്ല, ഞാൻ വേറെ ഒരു സാധനം നോക്കി പോയതാ. അത് കൂടുതൽ മേടിക്കാൻ പറ്റി. എന്നാ സാധനം? ഈ കൊപ്രായി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ചെറിയ അറിയാവുന്ന ആളാ. ഓക്കെ, അതൊരു ജന്മനാ കിട്ടുന്ന കഴിവാണ്. അല്ല, അത് ഞാൻ പിന്നെ ഇടയ്ക്ക് ഫീൽഡ് മാറി. ഒരു 24 വർഷം മെക്കാനിക്കായിട്ട് ജോലി ചെയ്തതാ. അപ്പം പിന്നെ ഞാൻ ഒന്നും പറഞ്ഞു തരണ്ടായിരുന്നു. ഇന്നലെ ഒരു പുള്ളിക്ക് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ട് പുള്ളി ട്യൂട്ടർ കയറി നേരെ ഇതിലോട്ട് കൊടുത്തു. ട്യൂട്ടറും ഇതും ഔട്ട് 4 വയറുള്ള ഇതായിരുന്നു.
ഇത് സോണിയുടെ ഒരു CRT TV ആണ്. 21W80 എന്ന് പറഞ്ഞൊരു സീരീസാണ്. W അല്ല, 21 ഒരു മിനിറ്റ് നോക്കിയോട്ടെ. സെറ്റിൻ്റെ മോഡൽ നമ്പറെ കൊണ്ട് നേരത്തെ റിപ്പയർ ചെയ്തവൻ അവൻ്റെ പേരെഴുതി വെച്ചിരിക്കുക. എന്നാ വിവരം കിട്ട മെക്കാനിക്കൊക്കെയാണ്. AW21M80H ആണ് ഇത്. പണിതവൻ്റെ പേര് കൊണ്ട് സീരിയൽ നമ്പറെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക. നല്ല പാർട്ടികളാണ്. ഇവൻ്റെ പേര് കാണിക്കണ്ട കേട്ടോ, ഇവനെ ആരെങ്കിലും കണ്ടാൽ തല്ലിക്കൊന്നു കളയും. സെറ്റിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ആ സെറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഒരു കത്തി തന്നത് പൊളിച്ചു കളയട്ടെ. സെറ്റിൻ്റെ സീരിയൽ നമ്പറെ കൊണ്ട് ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കും എൻ്റെ മക്കളെ. അതോ പൊളിയല്ലാത്ത കൂട്ട് സ്റ്റിക്കർ. ഈ സെറ്റിനെ തിരിച്ചറിയുന്ന അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. അതേലെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഒട്ടിച്ച് വിട്ടിരിക്കുക. ഏതവനാണ് ഉണ്ടോ, സീരിയൽ നമ്പർ അടിയിലുണ്ട്, മറച്ച് വിട്ടിരിക്കുക. ഇനി സെറ്റ് മാറിയതാണോ? സീരിയൽ നമ്പർ മാറിയാൽ സെറ്റ് മാറുമല്ലോ. പൊളിച്ച് കളഞ്ഞ്. അതിൻ്റെ സീരിയൽ നമ്പർ 62 48 794 AW21M80. ഞാൻ പറയുന്നതിനാ കുറ്റമല്ലേ? നീയൊക്കെ കാണിക്കുന്നതിനല്ല. അറിഞ്ഞു കഴിയുമ്പോൾ ഓരോ ചൊറിഞ്ഞ് വർത്താനമായിട്ട് വരും. ഇനി കണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവരെ ഇത് വെച്ച് വല്ലവനും ആത്മഹത്യ ചെയ്താൽ എൻ്റെ പൊന്നു മക്കളെ പിന്നെ ജീവിതം കട്ട പുകയാ. ഒരുത്തി കിടപ്പുണ്ടകത്ത്. ഇത് കുറേ പണി ചെയ്തു, പക്ഷെ നടന്നില്ല. ഇന്നലെ ആ സീരിയലിലെ ഒരു ചേച്ചിയെക്കുറിച്ച് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരത്തി വരുന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാണേലും കേന്ദ്ര ഗവൺമെൻറ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ആരെ എന്തും പറയാമെന്നുള്ളൊരു, വ്യക്തിപരമായിട്ട് പറയാമെന്നുള്ളൊരു രീതി. ഇവിടെ കൊണ്ട് ഈ ട്യൂബ് ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പിക്ചർ കാണുന്നില്ല നേരെ. അപ്പോൾ ഞാനതൊന്ന് ചാർജ് ചെയ്യാൻ പോകും.
ഇതിനകത്ത് കിടക്കുന്ന കാർബൺ നമ്മൾ എടുത്ത് കളയാൻ പോവാണ്. കാർബൺ കത്തിച്ച് കളയാൻ പോവാം. ഓണാക്കി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കത്തുന്ന കാണാം. ഇവിടെ നോക്കൂ. ഓഫ് ചെയ്ത്. ഈ വയറെന്താ കുഴപ്പമുണ്ട്. AC കൂടെ ചെയ്യാൻ പറ്റുമോ? ഓണാക്കുമ്പോൾ 1 2 ഇവിടെ ആകുന്നു. ഇവിടെ കത്തും. നല്ല ക്ലോസ് ആയിട്ട് ഹൗസ് റേഞ്ചിൽ കൊണ്ടുവന്ന് കാണില്ല. ഇവിടെ തീ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. തീ കത്തി അത് പോകുന്നത് കാണാൻ പറ്റും. അടുത്ത തീടാം നോക്കണം. സ്പാർക്ക് ചെയ്യും. ശരിക്കും അവിടെ സ്പാർക്ക് ചെയ്യും. 3 കണ്ണുണ്ട്. 3 കണ്ണും അവിടെ കത്തുന്നുണ്ട്. അത് നമുക്ക് സ്പാർക്ക് ചെയ്യും. പറഞ്ഞതിൻ്റെ നല്ലപോലെ സ്പാർക്ക് ചെയ്തായിരുന്നു. അത് ആയിരുന്നു കുഴപ്പമുണ്ടായ സാധനം. അപ്പോൾ 1 സ്പാർക്ക് ചെയ്യും. 2 ഇതെല്ലാം കൂടെ കാണിയില്ല. 3. ഇനി ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ സ്പാർക്കിങ് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടോ സ്പാർക്കിങ് ഉണ്ടോ? അവിടെ കത്തുന്നുണ്ടോ? അത് കത്തങ്ങനെ കെട്ടണം. അതിന് ഓണാക്കുമ്പോൾ തന്നെ ഓണാകണം. കെടുമ്പോൾ കത്തി കെട്ട് പോകണം. കത്തി നല്ല രീതിയിൽ കത്തിക്കണം. അപ്പോൾ ഒരു ഒന്നാമത്തെ ഗണ്ണ് ഓക്കെ. ഇനി രണ്ടാമത്തെ ഗണ്ണ് അത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അവിടെ കത്തുന്നതാണ്. ഇവിടെ സ്പാർക്കിങ് ഉണ്ടോ? ഇതിനകത്തുണ്ടോ? കത്തുന്നുണ്ടോ? അതനുസരിച്ച് ഇവിടെ കത്തുന്നുണ്ടോ? കത്തി അത് കിടണം. വീണ്ടും നമ്മൾ ഓണാക്കുന്നു. നമ്മളിത് ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കത്തി അത് കിട്ടും. അപ്പോൾ നോർമലായി. ഇനി ഇത് വീണ്ടും വേണ്ട ഭയങ്കരമായിട്ട് ആർക്ക് ചെയ്യുന്നു. അതിനകത്തും കത്തുന്നുണ്ട് കാണാമല്ലോ. തീ കത്തുന്നുണ്ട്. അതിനകത്തുമുണ്ട്. ഇതിനകത്ത് കാർബൺ കട്ടായിട്ട് അടിഞ്ഞത് കണ്ടോ? കത്തിപ്പോകുന്നുണ്ടോ? ഇവിടെ കണ്ടോ? നല്ലപോലെ അത് കാർബൺ കത്തി ഇതിനകത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ മൂന്നും നമ്മൾ നോക്കുന്നു. 1 ഓഫാക്കുന്നു. ഓക്കെ. 2 ഓഫാക്കുന്നു. 3 നമ്മൾ ഓഫാക്കുന്നു. 3 തെളിയിക്കുന്നു. 3-മത്തെ നമ്മൾ ഓഫ് ചെയ്യുന്നു. അതും കാർബൺ കത്തിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ TV നമുക്ക് കമത്തി വെച്ച് ഓണാക്കിയിടാം. അതിൻ്റെ ആവശ്യമില്ല. അതിന് മാത്രം കാർബൺ ഇതിനില്ലായിരുന്നു. അതുകൊണ്ട് കമത്തി വെക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഊരുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരുവിധം നല്ല ഹീറ്റുണ്ട്. ഇവിടെ ഹീറ്റുണ്ട്. അപ്പോൾ ആ ഹീറ്റോടുകൂടി തന്നെ വേണം നമ്മൾ ഈ കാർബൺ ഇനി ബാക്കി കത്തിച്ചുവിടാൻ. ഗണ്ണ് കൊടുത്ത് ഓണാക്കി വിട്ടാൽ മതി. ഗണ്ണ് കൊടുത്തിട്ട് ഓണാക്കി വിൽക്കുമ്പോൾ ഇതിനകത്ത് പല സ്പാർക്കിങ്ങും ബഹളമൊക്കെ കേൾക്കും. ഒന്നും കേട്ട് പേടിക്കണ്ട. പൊട്ടലൊക്കെ വരും. കണ്ടല്ലോ പൊട്ടുന്ന ഒന്നും ഉണ്ടാകില്ല. ഒന്നും സംഭവിക്കില്ല. ആ പൊട്ടലെല്ലാം കഴിഞ്ഞ് TV തന്നെ നല്ല സ്മൂത്തായിട്ട് TV ഓണാവും. കണ്ടോ? നല്ല ക്ലിയർ ആയിട്ട് വന്നു. റേറ്റ് ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ LOT ഇവിടെ ഇച്ചിരി ചീറ്റുന്നുണ്ട്. അത് മണ്ട കത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് നമുക്കിപ്പോൾ തൽക്കാലം ഒരു റെമഡി അങ്ങ് വെക്കാം. കപ്പ് മാറുകയാണ് അതിൻ്റെ ശരിയായ റെമഡി. എന്നാൽ ഇച്ചിരി തിന്നറും ഇത് വേസ്റ്റ് ഇവിടെ തന്നമനെ. എൻ്റെ LOTയുടെ കാലെല്ലാം മൊത്തം തുരുമ്പെടുത്തു. ഇത് കണ്ടോ? അത് കൂടെ മാറ്റി നമ്മൾ വിട്ടെങ്കിൽ മാത്രമേ പ്രശ്നം തീരത്തുള്ളൂ. അപ്പം ഈ ഓരോ കംപ്ലൈൻറ്റൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഏകദേശം എത്രയാവും എന്നൊക്കെ ഇവർ ചോദിച്ചു കഴിയുമ്പോൾ നമ്മളൊരു എമൗണ്ട് പറയും. പക്ഷേ ആ എമൗണ്ട് ചിലപ്പോൾ തീരുകയില്ല. കാരണം എന്നാണെന്നറിയാലോ? ഇതുപോലെ ഓരോ കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു സെറ്റ് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ സെറ്റുകളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ അത്രയോ
അങ്ങനെ ആയോ എന്നൊക്കെ ചോദിക്കും. ഇത് നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട ഓരോ സെറ്റ് റെഡിയായി കൊടുക്കും എന്നുള്ള ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ സംസാരിച്ചു കളയും. എല്ലാവരും അല്ല കേട്ടോ, ഉള്ള ആൾക്കാരും നല്ല രീതിയിൽ ഇടപെടുന്നവരാണ്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെയൊക്കെ പെരുമാറും. അപ്പോഴാണ് നമ്മുടെ കലി ഇളകുന്നത്. കലി ഇപ്പോൾ ഇതിനകത്ത് നമ്മളതിൻ്റെ തുരുമ്പെല്ലാം എടുത്ത് കളഞ്ഞ് വേറെ നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്കൊരു ട്യൂബ് ഇതേ കുത്തി നോക്കാനുണ്ട്. ട്യൂബല്ല, ബോർഡ്. അപ്പോൾ ഞാൻ ആ ബോർഡ് ആദ്യം കുത്തി നോക്കട്ടെ. ഒരു ചേട്ടൻ ഇവിടെ തന്ന ബോർഡാണ്, കുറച്ച് നാളായി. അപ്പോൾ ആ ചേട്ടൻ്റെ ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് മൊബൈൽ, ഇത് നമ്മൾ വേറൊരു കിറ്റ് ഇതായാലും കണക്ട് ചെയ്ത് നോക്കുവാണേ. വേറൊരു കിറ്റ് കണക്ട് ചെയ്ത് റെഡിയാക്കിയതാണ്. ഇതിൻ്റെ കോയിൽ കംപ്ലൈൻ്റ് ആയിരുന്നു, നമ്മൾ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പടം കിട്ടുമെന്ന് നോക്കണം. വീഡിയോ 1 1 അവിടെ എഴുതിയിട്ടാണ്, അതായിരിക്കും 1. അതേ കുത്തി നോക്ക്. ആദ്യം അത് പ്ലേ ചെയ്തിട്ട് കുത്തുമ്പോഴേ അറിയാം പടം വരുമല്ലോ. DVD പ്ലെയർ ആദ്യം നീ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ 1ഉം 2ഉം ഒക്കെ നിനക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ കവർ എടുത്ത് നോക്ക്. സെറ്റ് റെഡിയാക്കി തന്നിട്ട് അതൊന്നും ഒരു DVD പ്ലെയർ കണക്ട് ചെയ്യത്തില്ല. അതെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറഞ്ഞ്. സ്പീക്കർ പറഞ്ഞ് പോയതാണ്, അതിനകത്ത് മാറി. അതെ, ഈ ബോർഡ് റെഡിയായത് ഒരാൾ നമുക്ക് കൊണ്ടും തന്നാണ്. 1 മിസ്റ്റർ പിള്ളൈ തന്നാണ്. അപ്പോൾ ആ ബോർഡ് ഓക്കെയാണ്. അത് കുറച്ച് നേരം ചെക്ക് ചെയ്തിട്ട് അയാളെ വിളിച്ചത് കൊടുക്കാം കേട്ടോ. ഈ കിറ്റായിട്ട് കൊണ്ടുവന്നാണേ. കളഞ്ഞു പോയതിനകത്ത് മറ്റേത് സോൾവ് ചെയ്തു. ആദ്യം ബോർഡ് കയറ്റി വെച്ചു. ഇത് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ഡീഗോസിങ് കോയിൽ കൊടുത്തു. പിന്നെ ഇത് യോക്ക്, ഇത് കണ്ട് ഈ 4 ലൈൻ വരുന്ന യോക്കാണ്. യോക്ക് കൊടുത്തു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ട എർത്തുണ്ട് ഇവിടെ. എർത്ത് കൊടുക്കണം. എർത്തിന് ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, അതിൽ എർത്ത് കൊടുക്കണം. ഇത് എർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കാർഡ് നമ്മൾ കുത്തണം. CRT കാർഡാണ് 2 പേരോട്ടുള്ള. പിന്നെ ഹൈ ടെൻഷൻ LOTയുടെ വയറ് അവിടെ കുത്താനുള്ള സ്വിച്ചാണ്. അത് അവസാനം കയറ്റി വെച്ചിട്ട് വേണം കുത്താൻ. സ്വിച്ചാണ് അത്. ഇത് എല്ലാം ഇട്ടിട്ട് നമുക്കിതെല്ലാം കയറ്റി വെക്കാം. എല്ലാം ക്ലീനായിട്ട് കയറ്റി വെക്കുക. ഇത് മുട്ടാതിരിക്കാൻ നമ്മളൊരു സാധനമുണ്ട് നമുക്ക്, അത് വെച്ച് നമുക്കിവിടെ കയറ്റി വെച്ചാൽ മതി. അവിടെ ഇരുന്നോളും. കൊളുത്തി അങ്ങ് വെച്ചാൽ മതി. ഒരു സാധനം അവിടെ ഇരുന്നോളും. പിന്നെ ഇത് നമ്മുടെ പിക്ചർ ട്യൂബിൻ്റെ എർത്ത് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. ഇത് സ്വിച്ചാണ്, ഫ്രണ്ടിലത്തെ എൻ്റെ സെറ്റിൻ്റെ സ്വിച്ചാണ്. റിമോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ സ്വിച്ച് കൊടുത്തില്ലേലും കുഴപ്പമില്ല. വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോ 1 കുത്തി നോക്കാം. ഇതിനൊരു വീഡിയോ ഉള്ളൂ ഈ ബോർഡിന്. സൂപ്പർ. സുശീലൻ കൊച്ചേട്ടാ, ഈ ജന്മത്തിൽ സുശീലൻ കൊച്ചേട്ടന് മാത്രമേ ഈ പുഴ കടക്കാൻ പറ്റത്തുള്ളന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ എന്റെ മാമൻ ഇവിടെ കടന്നിട്ടുണ്ടല്ലോ. ഈ പുഴ എന്റെ മാമനിപ്പോ എവിടെയുണ്ട്? ഗൾഫില്. അതാ കണ്ടില്ലേ ദേവിയുടെ ശക്തി. ഞാനല്ലാതെ ആരെങ്കിലും ഈ പുഴ കടന്നാൽ നാട്ടിൽ നിർത്തില്ല ദേവി. ഓർത്തോ? ദേവി ഇത്ര
എത്രയും ഓക്കെ അല്ലേ? പെട്ടെന്ന് സൂപ്പർ എപ്പോഴും പടമല്ലേ? കയറാൻ പറ്റണേ. അങ്ങനെ സൂപ്പർ പടമാണ്. സൂപ്പർ പടം. നിങ്ങൾ പടം കണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. എന്റെ അപ്പു ഭയങ്കര സത്യമുള്ള പൂവാണ് അക്കരെ കാട്ടില്. അത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുവിന്റെ ആഗ്രഹം എന്തായാലും ദേവി സാധിക്കും. അപ്പോൾ അടിപൊളി പിക്ചറാണ്. ഇപ്പോഴും എൻ്റെ പടം കണ്ടല്ലോ. ഈ പടം കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയുകയില്ല. പിന്നെ ഫാസ്റ്റായിട്ട് ഓടുന്നതിൻ്റെ ഇത് വരും. അപ്പോൾ നമ്മൾ കവർ അടയ്ക്കുകയാണ്, സെറ്റ് അടയ്ക്കുകയാണ്. ഇതിൻ്റെ വർക്ക് ഏകദേശം തീർന്നു. സ്പീക്കർ മാറി ഇതെല്ലാം കഴിയും. വാ, അപ്പോൾ എനിക്ക് അവർക്ക് കാരണം 2 നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ടി വി ഒന്ന് കമത്തിയിടുന്ന നല്ലതാണ്. എന്തെങ്കിലും കാർബണോ വല്ലതും ഉണ്ടെങ്കിൽ അത് കത്തിപ്പൊക്കോളും. അതിന് നല്ലൊരു പരിപാടിയായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി സ്ക്രൂ ചെയ്ത് ഇന്നത്തെ പരിപാടികൾ നടത്തും.